തൃശ്ശൂർ ഒടുവിൽ സുരേഷ് ഗോപി എടുത്തു. യെസ്, ക്ലീനായിട്ട്. ഇനിയിപ്പോൾ ഒരു തിരിഞ്ഞു നോട്ടം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. 60,000-ത്തിനടുത്തെത്തി. സുരേഷ് ഗോപി തിരുവനന്തപുരത്ത് നിന്ന് ഹെലികോപ്റ്ററിൽ തൃശ്ശൂർ മാസ് എൻട്രി നടത്താൻ പോകുന്നു. അതൊരു 1.5 മണിക്കൂറിനകം സംഭവിക്കും. അങ്ങനെ വലിയൊരു ചരിത്രം സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യുന്നു. ഒപ്പം രാജീവ് ചന്ദ്രശേഖരൻ ഉണ്ട് എന്ന് തോന്നുന്നു. അതെ അതെ, 30,000-ത്തിനടുത്ത് 23,000 ആയി. ഇപ്പോൾ 23,000 മറികടക്കാൻ അല്പം പ്രയാസമാണ്. അതല്ലെങ്കിൽ ശശി തരൂരിന് അത്ര വലിയ ഗ്രഹോപഗ്രഹ നക്ഷത്രങ്ങളുടെ സഹായമൊക്കെ വേണം അത് മറികടക്കണമെങ്കിൽ. കടന്നുകൂടായികയില്ല. ചെറിയൊരു സംശയം ഇപ്പോഴും ബാക്കിയുണ്ട്. എന്നാലും ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഡിസൈഡഡ്. രാജീവ് ചന്ദ്രശേഖരൻ 2 സീറ്റ്. അപ്പോൾ അങ്ങനെ 2 സീറ്റ് BJP ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു സീറ്റ് നമുക്ക് അങ്ങനെ അങ്ങ് കിട്ടിപ്പോയതാണ് എന്നൊക്കെ പറഞ്ഞ് തർക്കിച്ചൊക്കെ നിൽക്കാം. 2 സീറ്റ് അങ്ങനെ പറ്റില്ല. 2 സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJPക്ക് സബ്സ്റ്റാൻഷ്യൽ പെർസെൻറ്റേജ് ഓഫ് വോട്ട്. ഇന്നലെ ഞാൻ സുനിലിനോട് പറഞ്ഞില്ലേ, ഈ ക്രിസ്ത്യൻ വോട്ടുകൾ കുറേ അധികം BJPയിലേക്ക് പോയിട്ടുണ്ട്. അതിൻ്റെ ഉദാഹരണമാണ് തൃശ്ശൂരിലെ ഈ വൻ വിജയം, പ്ലസ് തിരുവനന്തപുരത്തെ അത്ര മോശപ്പെട്ടതല്ലാത്ത ഒരു പ്രകടനം. ഇത് രണ്ടും ക്രിസ്ത്യൻ വോട്ടിൻ്റെ ഷിഫ്റ്റ് കാണിക്കുന്നുണ്ട്. പ്ലസ് ബാക്കിയുള്ള സ്ഥലത്തും ഇപ്പോൾ ആറ്റിങ്ങലിൽ ഇപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ 346 വോട്ടിൻ്റെ ലീഡാണ് ജോയിക്കുള്ളത്. അതെ, നേരിയ ഭൂരിപക്ഷമുള്ളൂ തുടക്കം മുതൽ. തൊട്ട് താഴെ അടൂർ പ്രകാശ്, അതിന് തൊട്ട് താഴെ മുരളീധരനും നിൽപ്പുണ്ട്. ഫ്യൂ തൗസൻഡ്സ്, എന്തോ 3,000-4,000 വോട്ടിൻ്റെ വ്യത്യാസം. അതൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3,000 വോട്ട് മറിയാൻ വലിയ നേരമൊന്നും വേണ്ട. 3,000 വോട്ട് മറികടക്കുക എന്ന് പറഞ്ഞാൽ 1,500 വോട്ട് മറിഞ്ഞാൽ മതി. ആ അവസ്ഥയിലാണ് മുരളീധരൻ വരെ നിൽക്കുന്നത്. അപ്പോൾ പൊതുവേ എനിക്ക് തോന്നുന്നു വോട്ടിംഗ് ശതമാനം BJPയുടെ ഇത്തവണ കാര്യമായിട്ട് കൂടിയിട്ടുണ്ട്. അതിന് പ്രധാന കാരണം ക്രിസ്ത്യൻ വോട്ടുകളാണ് എന്ന് ഞാൻ കരുതുന്നു. ഹിന്ദു വോട്ടുകൾ ഈ CPM വെറുപ്പിച്ചല്ലോ വല്ലാതെ ഹിന്ദുക്കളെ. അവർക്ക് ഈ ഒരു ശബരിമല അനുഭവം ഉണ്ടായിട്ട് പോലും പിന്നെയും അവർ എന്തിനാണ് ഈ മുസ്ലിങ്ങൾ ഇവരെ ഹിന്ദുക്കളെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് സന്തോഷമാകും എന്നൊരു തോന്നൽ CPMനുണ്ടായി. അങ്ങനെ മുസ്ലിങ്ങൾ സന്തോഷിക്കില്ല. അവരെ സന്തോഷിപ്പിക്കാൻ വേറെയാണ് മാർഗങ്ങൾ. വേറൊരാളെ ഉപദ്രവിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ചെറിയൊരു ശതമാനം ആൾക്കാർ അങ്ങനെയുണ്ട്. അന്യനെ ഉപദ്രവിക്കുമ്പോൾ കാണുമ്പോൾ അത് സന്തോഷം തോന്നുന്നവർ. പക്ഷേ അങ്ങനെയുള്ളവരുടെ എണ്ണം തീരെ കുറവായിരിക്കും. CPM ആ ഒരു ലൈനാണ് എടുത്തത്. അതിൽ നിന്ന് ഇനി CPM മാറുമോ എന്നും എനിക്കറിയില്ല. കാരണം CPM ഏകദേശം പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു പാർട്ടിയായിട്ട് മാറി, അധപ്പതിച്ചു പോയി. അതാണ് ഞാൻ ഈ ലോക്സഭയിൽ ഈ ബഗൻ എന്തെങ്കിലും തിന്നാൻ കൊടുക്കുക, അല്ലെങ്കിൽ അവൻ മുഴുവൻ തിന്നുകളയും അടുത്ത നിയമസഭയിൽ നിന്ന് പറയാൻ കാര്യം. ഞാൻ ആവർത്തിക്കുന്നതിൻ്റെ കാര്യം അതാണ്. ഈ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, ജനങ്ങൾ തീരുമാനിക്കണം. ഈ നമ്മൾ നോക്കുന്ന ഇപ്പോൾ മോദി കഴിഞ്ഞ 10 വർഷമായി ഡൽഹിയിൽ ഭരിക്കുന്നു. പക്ഷേ ഇവിടെ കേരളത്തിലെ ഹിന്ദുക്കളുടെ ബുദ്ധിമുട്ടിന് യാതൊരു കുറവുമില്ല. കാരണം സംസ്ഥാന സർക്കാർ സംതിങ്, കേന്ദ്രത്തിലൊരാൾ വന്നു എന്ന് വിചാരിച്ചിട്ട് സംസ്ഥാനത്തിൽ അങ്ങനെ മാറ്റം വരുത്താനൊന്നും പറ്റില്ല. സംസ്ഥാന സർക്കാർ നിങ്ങളെ ഉപദ്രവിക്കാൻ തീരുമാനിച്ചാൽ അവർ ഉപദ്രവിക്കും. കേന്ദ്രത്തിന് ഇടപെടാവുന്നതിനൊരു പരിധിയൊക്കെ ഉണ്ട്. വെറുതെ സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിടാൻ പറ്റുമോ? പറ്റില്ല. പിന്നെ പലരും ആഗ്രഹിക്കുന്ന പോലെ കേരളത്തെ യൂണിയൻ ടെറിട്ടറി ആക്കി മാറ്റുക നടപ്പുള്ള കാര്യമല്ല ഇതൊന്നും. അപ്പോൾ ഒരു സംസ്ഥാന സർക്കാരിന് വലിയൊരു സേവയുണ്ട്, പ്രത്യേകിച്ചും ലോ ആൻഡ് ഓർഡറിൽ. കേസിൻ്റെ പുറത്ത് കേസ്, ഇപ്പോഴും ശബരിമലയുടെ കേസുകൾ പിൻവലിച്ചിട്ടില്ല. വലിയ പ്രശ്നത്തിലാണ് ശബരിമല കേസിൽപ്പെട്ടവരൊക്കെ. അവ ഇതൊന്നും പുറത്തറിയുന്നില്ലെന്നേ ഉള്ളൂ. അപ്പം അങ്ങനെ ദ്രോഹിച്ച് ഇങ്ങനെ ദ്രോഹിച്ച് കഴിയുമ്പോൾ മുസ്ലിങ്ങൾ സന്തുഷ്ടരാകും എന്ന് പിണറായി വിജയൻ വിചാരിക്കുന്നു. അങ്ങനെ അല്ല. അങ്ങനെ ഉള്ളവരുണ്ടാവാം, വളരെ കുറവാണ് അതൊക്കെ. അവരെ മോഹിച്ച് അവരുടെ പിന്നാലെ നടന്ന് ഇങ്ങനെ സ്വന്തം പാർട്ടിയെ നശിപ്പിക്കും, എല്ലാം നശിപ്പിക്കും. പക്ഷേ പിന്നെയും ഇവരുടെ ഈ വലിയ കോക്കസ് കേരളത്തിലുള്ളതുകൊണ്ട് 2026 വീണ്ടും അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ട് ഇവർ. കാരണം ആ രീതിയിലുള്ള അറേഞ്ച്മെൻറ്റാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇപ്പം നോക്കിയാൽ തൊഴിലാളി എന്നൊരു വാക്യം അവർ പറയാറുണ്ടോ? ഇല്ല.
തൊഴിലാളി വർഗം, തൊഴിലാളി ഇങ്ങനൊരു സാധനമില്ല. CITU എന്ന് പറഞ്ഞൊരു സംഘടന ഉള്ളതായിട്ട് തന്നെ പാർട്ടി ഭാവിക്കാറില്ല. ഒരു CITU നേതാവിനും പ്രാമുഖ്യം കിട്ടാറില്ല. ഒക്കെ മുതലാളിമാരുടെ പാർട്ടിയായിട്ട് മാറി. പിന്നെ ഉദ്യോഗസ്ഥർ, അനുദ്യോഗസ്ഥർ, NGO, അധ്യാപകർ, ഇതുപോലെയുള്ള ഇതാണ് ഇവരുടെ വോട്ട് ബേസ്. ഇവരാണ് ഈ മണ്ഡല പുനർനിർണ്ണയം നടത്തുന്നത്, വോട്ടർ പട്ടിക ഉണ്ടാക്കുന്നത്. നമ്മുടെ ആറ്റിങ്ങൽ 1,00,000 ചില്ലാനും കള്ളവോട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് അടൂർ പ്രകാശ് ആദ്യം പരാതി കൊടുക്കുന്നത്. കുറഞ്ഞാൽ ഒരു 24,000 കള്ളവോട്ടാണ് എന്ന് ഇലക്ഷൻ കമ്മീഷൻ സമ്മതിക്കുകയും ആ പേരുകൾ നീക്കുകയും ചെയ്തു. 24,000 വോട്ടെന്ന് പറഞ്ഞാൽ ചില്ലറയാണ്. അതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ 48 റിഫ്ലക്റ്റ് ചെയ്യും. 24 വോട്ട് മറിയുക എന്ന് പറഞ്ഞാൽ 48 ഡിഫറൻസ് വരും. ഈ കളിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷം കളിക്കുന്ന കളി ചില്ലറയൊന്നുമല്ല. ഇടതുപക്ഷത്തെ സമയത്തോളം ഇപ്പോൾ അവർക്ക് വലിയ നഷ്ടമൊന്നും വന്നിട്ടില്ല. കാരണം ഡൽഹിയിൽ പോയി കഴിഞ്ഞാൽ ഇവരൊന്നല്ലേ. അല്ല, കഴിഞ്ഞ ദിവസം ബാലൻ പറഞ്ഞ പോലെ ഇന്ത്യ മുന്നണിക്ക് 20 സീറ്റും കിട്ടുന്ന സ്റ്റേറ്റ് കേരള ആയിരിക്കും. അതാണ് ഇപ്പോൾ കോൺഗ്രസ് അടിയന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താ, ഒന്ന് അവർ TDPയുമായിട്ട് സംസാരിക്കുന്നു. ഇപ്പോൾ റൈറ്റ് നൗ TDPയെ അങ്ങോട്ട് ചാടിക്കാൻ നോക്കുന്നു ഇന്ത്യ. മമത ഓൾറെഡി സംസാരിച്ചു എന്ന് പറയുന്നു ചന്ദ്രബാബു നായിഡുമായിട്ട്. അത് ഇതൊക്കെയാണ്. അത് കൂടാതെ നിതീഷ് കുമാറിനെ NDAയിൽ നിന്ന് ചാടിക്കാൻ നോക്കുന്നു. ഈ രണ്ടുപേരും പോയി കഴിഞ്ഞാൽ NDAയുടെ സീറ്റുകൾ കുറയും. ഇപ്പോൾ NDAയും വെറുതെ ഇരിക്കില്ല. എങ്ങനെ പോയി കഴിഞ്ഞാലും ഏറ്റവും വലിയ ഒറ്റകക്ഷി ആരാ? BJP ആണ്. അവരെ ആയിരിക്കണം പ്രസിഡന്റ് വിളിക്കേണ്ടത്. കൺവെൻഷൻ അങ്ങനെയാണ്, ഏറ്റവും വലിയ ഒറ്റകക്ഷിയെ വിളിക്കണം. ഏറ്റവും വലിയ ഒറ്റകക്ഷിയെ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ BJPക്ക് ബാക്കിയുള്ളവരെ മാനേജ് ചെയ്യാൻ അറിയാം. ആ മാനേജ്മെൻറ്റ് ഏറ്റവും ഭംഗിയായിട്ട് നടത്തുന്നത് BJP തന്നെയാണ്. ഇതൊക്കെ ഇരിക്കുമ്പോഴും ഇപ്പോഴും ഈ ഫിഗർ വലുതായിട്ടൊന്നും മാറിയിട്ടില്ല. 290, 280 ഇങ്ങനെ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. 296, 227 അങ്ങനെ നിൽക്കുകയാണ്. അതുകൊണ്ട് സ്റ്റിൽ ദർ ഈസ് സ്കോപ്പ് ദാറ്റ് BJP ഗെറ്റ്സ് മെജോറിറ്റി ഓൺ ഇറ്റ്സ് ഓൺ ആൻഡ് NDA പ്ലസ് ഒരു 300-300 ചില്ലാനിൽ പോയി അവസാനിക്കുന്ന സ്ഥിതി. ഒന്നുമില്ലെങ്കിൽ 2019 ഒരു ആവർത്തനത്തിന് ഇപ്പോഴും സാധ്യതയുണ്ട്. അതിൻ്റെ സമയമായിട്ടില്ല, സ്കോപ്പുണ്ട്. പക്ഷേ കേരളത്തിൽ സംഭവിക്കുന്നത് ഇതാണ്. BJP വലിയ ഇൻറോഡ്സ് ഉണ്ടാക്കിയിരിക്കുന്നു. അത് CPMനുള്ള ഒരു റെഡ് സിഗ്നലാണ്. CPMന് മനോഹരമായൊരു ഓപ്ഷനുണ്ട്. അത് 2012 ഒരു ലേഖനമായിട്ട് ഞാൻ എഴുതിയിരുന്നു. യു അലൈൻ വിത്ത് BJP ബോൾഡ്ലി, നത്തിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ടു CPM. CPMൻ്റെ ഈ വേണ്ടാത്ത ഈ മതേതരത ജാട അത് ഇതൊക്കെ വിടുക. നിങ്ങൾ നല്ലൊരു ഹിന്ദു പാർട്ടിയാണ്, അത് റിയലൈസ് ചെയ്യുക. എന്നിട്ട് BJPയുമായിട്ട് ഉട്ടോപ്യൻ ഐഡിയ അല്ലേ CPM BJP അലയൻസ് എന്ന് പറഞ്ഞാൽ. ഈ ഉട്ടോപ്യയാണ് പലപ്പോഴും ജനാധിപത്യത്തിൽ വർക്ക് ചെയ്തിട്ടുള്ളത്. TG കേസരിയിൽ എഴുതിയ ഈ ലേഖനം വലിയ വിവാദം ഉണ്ടാക്കിയിരുന്നു. ഞാൻ പറയട്ടെ, 67 ഇവർ ഒന്നിച്ച് ചേർന്നിരുന്നു. അതാ എനിക്ക് മനസ്സിലാവാത്തത്. ഞാൻ എഴുതിയ പുതിയ കാര്യമൊന്നുമല്ല. 1967 സംയുക്ത വിധായക് ദൾ മന്ത്രിസഭ എന്ന് പറഞ്ഞിട്ട് ബീഹാർ, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, പഞ്ചാബ് ഇത്രയും സ്ഥലത്ത് മന്ത്രിസഭ ഉണ്ടാക്കിയ ആൾക്കാരാണ് ഇവർ. ആര്? ഭാരതീയ ജനസംഘം, CPI, CPM, റാം മനോഹർ ലോഹിയയുടെ സോഷ്യലിസ്റ്റ് പാർട്ടി. അന്ന് ഉത്തർപ്രദേശിൽ മുഖ്യമന്ത്രിയായത് ചരൺ സിംഗ്. ആദ്യമായിട്ട് മുഖ്യമന്ത്രിയാകുന്നത് ചരൺ സിംഗ് സംയുക്ത വിധായകകൾ മന്ത്രിസഭയിലാണ്. ഇതെല്ലാം ചെയ്ത ആൾക്കാർ ഇപ്പം മോഹൻദാസ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതെന്ത് പുതിയ പേരാണ്. 67 അല്ല, ഞാൻ അവർക്കൊരു ഓപ്ഷൻ കൊടുത്തതാണ്. എപ്പോഴും ഉണ്ടോ? പിന്നെന്താ, സി പൊളിറ്റിക്സിൽ നത്തിങ് ഈസ് ഇമ്പോസിബിൾ, ഇറ്റ് ഈസ് പോസിബിൾ. നിങ്ങളുടെ ഈ ബലം പിടുത്തം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ പൊളിറ്റിക്സിൽ ഇത് പോസിബിളാണ്. ഒരു അവസാനത്തെ ഐലൻഡും CPMന് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ CPMന് ചെയ്യാവുന്ന പ്രവൃത്തികളിൽ ഒന്ന് ഇതാണ്. അതല്ലെങ്കിൽ CPM തലകുത്തി മറിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇപ്പുറത്തുനിന്ന് മുസ്ലിം ലീഗിനെ എടുക്കാമെന്ന് വെച്ചോ. അതും കോൺഗ്രസ് സ്ട്രോങ് ആയതുകൊണ്ട് മുസ്ലിം ലീഗ് വരില്ല. എന്തിനു വരണം? ഇനിയിപ്പോൾ പ്രത്യേകിച്ച് വരില്ല. ഇത്രയധികം കോൺഗ്രസ് അടിച്ചു കയറി നിൽക്കുന്ന സമയത്ത് മുസ്ലിം ലീഗ് അവരെ വിട്ടിട്ട് വരില്ല. പിന്നെയുള്ളത് ആരാ? മുസ്ലിം ലീഗിലെ റാഡിക്കൽ എലമെൻറ്റ്സാണ്. അവരെ വെച്ച് എത്ര കാലം ഇവർക്ക് മുന്നോട്ട് പോകാൻ പറ്റും? പോകാനേ പറ്റില്ല. മാത്രമല്ല, ആളുകൾ വെറുക്കും. ബംഗാളിലെ അതേ സ്ഥിതിയാകും. റോട്ടിൽ CPM ആണെന്ന് കണ്ടാൽ തല്ലുവാങ്ങും. അതുകൊണ്ട് മേൽവിലാസം വേണമെങ്കിൽ അവർ ചെയ്യേണ്ടത് BJPയുമായിട്ടും കൂട്ടുകൂടുക എന്നുള്ളതാണ്. പിന്നെ
ഇതിന് ന്യായം കണ്ടുപിടിക്കുക, അത് ദേശാഭിമാനിക്കാർ കണ്ടുപിടിച്ചോളും. ഇറ്റ് ഹാസ് ഹാപ്പൻ. ഞാനിത് പുതിയ കാര്യമല്ല പറയുന്നത്. ഇത് 1967 സംഭവിച്ചു, 1989 സംഭവിച്ചു. 1989 എല്ലാ വ്യാഴാഴ്ചയും കോർഡിനേഷൻ മീറ്റിംഗ് VP സിംഗ്, LK അദ്വാനി, ഹർകിഷൻ സിംഗ് സുർജിത്ത്, ഓർമ്മയുണ്ടോ? പഴയ ജനറൽ സെക്രട്ടറി സർദാർജി. അവരെയൊക്കെ മറന്നിട്ട് നിങ്ങൾ മോഹൻദാസിന് പ്രാന്താണെന്ന് പറയും. അപ്പം ഇവർക്കൊക്കെ പ്രാന്തായിരുന്നോ? ദിസ് ഹാസ് ഹാപ്പൻഡ്. അതുകൊണ്ടാണ് ഞാൻ എഴുതിയത്. ആ ഓപ്ഷനൊക്കെ ഇപ്പോഴും ഉണ്ട്. അതിൽ കവിഞ്ഞ ശത്രുതയ്ക്കുള്ള ഒരു വകുപ്പ് ഞാൻ കാണുന്നില്ല. ഒരു പോയിന്റ് വേണ്ടേ? ഈ പാലസ്തീൻ നിലപാട് നോക്കിയിട്ട് നിങ്ങൾ ഇന്ത്യയിലെ പൊളിറ്റിക്സ് തീരുമാനിക്കും. എന്താ വിശദീകരിക്കാൻ കുഴപ്പം? BJP ചെയ്തു കഴിഞ്ഞാൽ വിശദീകരിക്കേണ്ടത് ആകെ ഇത്രയേ ഉള്ളൂ. ഇത് 67 ഞങ്ങൾ ചെയ്തതാണ്, 89 ചെയ്തതാണ്. 67 ചെയ്തത് BJPയുടെ ഐഡിയോലോഗായ ഇദ്ദേഹമാണ്, ദീനദയാൽ ഉപാധ്യായാണ്. 89 ചെയ്തത് LK അദ്വാനിയും അടൽ ബിഹാരി വാജ്പേയിയുമാണ്. അവരെക്കാളും വലിയ BJP ഒന്നും ഇല്ലല്ലോ ഇപ്പോൾ. ഇപ്പം ന്യായീകരിക്കാൻ എന്താ കുഴപ്പം? ന്യായത്തെ ന്യായീകരിക്കുന്നതിൽ തെറ്റില്ല, കുഴപ്പമില്ല. ന്യായമാണ് ഇത് ന്യായമാണ്, സ്വാഭാവികമാണ്, ചെയ്യാവുന്നതാണ്. പക്ഷേ അത് ചെയ്യാൻ CPM-നകത്തെ ഈ എലമെൻറ്റ്സ് സമ്മതിക്കില്ല. റാഡിക്കൽ ഇസ്ലാമിക് എലമെൻറ്റ്സ് ഒരുപാട് CPM-ൽ കടന്നു കയറിയിട്ടുണ്ട്. അവരുടെ കയ്യിലാണ്. ഞാൻ കൊല്ലം, ആലപ്പുഴ, എറണാകുളം അവരുടെ കയ്യിലാണ്. പിന്നെ നമ്മുടെ കൂട്ട് പറയുകയും വേണ്ട. പേയ്മെൻറ്റ് സീറ്റ് വന്നു CPM-ൽ. കാശ് കൊടുത്താൽ സീറ്റ് കിട്ടും, അസംബ്ലി സീറ്റ് കിട്ടും എന്നുള്ള സ്ഥിതി വന്നു. CPI-യിൽ വന്നു. ഇപ്പോൾ പന്നിൻ്റെ എന്തിൽ മത്സരിക്കുന്നു. ബെനറ്റ് എബ്രഹാം എന്ന് പറഞ്ഞൊരു പാർട്ടി മത്സരിച്ചിരുന്നു. ആ ബെനറ്റ് എബ്രഹാം ഇപ്പോൾ എവിടെയാണ്? ഇഡിയുടെ കേസിൽ കസ്റ്റഡിയിലാണ്. കസ്റ്റഡി കഴിഞ്ഞോ ഇല്ല എന്ന് പറഞ്ഞുകൂടാ. എങ്ങനെയായിരുന്നു CPI ഓപ്പറേറ്റ് ചെയ്ത്? കാശ് കൊടുത്തു. ഇവിടെ ഒരാൾ മത്സരിച്ചില്ല, എറണാകുളത്ത് ഒരു പേയ്മെൻറ്റ് സീറ്റ് CPM-ൻ്റെ. അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ന്യായങ്ങളും പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഒളിച്ചു കളിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ പറയുന്നത് വളരെ ഓപ്പണായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന സത്യസന്ധമായ ഒരു ഓപ്പറേഷനാണ്. അത് CPM ചെയ്യില്ലെങ്കിൽ CPM ഒരു പക്ഷേ വീണ്ടും ഞാൻ ഭയക്കുന്നു 2026 അവർ അധികാരത്തിൽ വരും. പക്ഷേ അതോടെ അവരും തകരും, കേരളവും തകരും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. തൃശ്ശൂരിലെയും തിരുവനന്തപുരത്തെയും വിജയിച്ചാൽ തൃശ്ശൂർ ഉറപ്പായി. കേരളത്തിലെ BJP-യിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമോ? കേരളത്തിൽ BJP-ക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും? കേരളത്തിലെ BJP-യിൽ ഇനിയും മാറ്റങ്ങൾ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, BJP-യുടെ വോട്ടർമാരായി മാറിയ ക്രിസ്ത്യാനികൾക്ക് ഒരു താങ്ക്സ് ഗിവിംഗ് ആയിട്ട് അവരെ നീറ്റ്ലി പാർട്ടിയിൽ അവരുടെ നേതാക്കളെയും അക്കോമഡേറ്റ് ചെയ്യാൻ BJP തയ്യാറാവണം. BJP അബദ്ധം തുടങ്ങുക ഞാൻ പറഞ്ഞില്ലേ, ഈ KM മാണിയുടെ അഴിമതി, ബാർക്കോഴ എന്ന് പറഞ്ഞ്. അന്ന് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ കഥയാണ്. അന്ന് എനിക്കറിയാവുന്ന BJP നേതാക്കളോട് ഞാൻ മുട്ടുകുത്തി യാചിച്ചു, സപ്പോർട്ട് KM മാണി. അപ്പോൾ അഴിമതിക്കാരനെ എങ്ങനെ? ഞാൻ പറഞ്ഞു നോ. അവർക്ക് എല്ലാവരും കാശ് വാങ്ങിച്ചിട്ടുണ്ട്, പൊളിറ്റിക്സിൽ അങ്ങനെ നോക്കാനില്ല. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ആപത്തിലെ ആ മനുഷ്യനെ, എല്ലാവരും വീഴ്ച മനുഷ്യനെ. ചെയ്തില്ല എന്ന് മാത്രമല്ല, സെക്രട്ടേറിയറ്റ് വളഞ്ഞു വലിയ ബഹളം നമ്മളുടെ ഈ V മുരളീധരൻ നടത്തുകയും ചെയ്തു. സെക്രട്ടേറിയറ്റിന് പുറത്ത്, സെക്രട്ടേറിയറ്റിനകത്ത് CPM ബഹളം വയ്ക്കുന്നു, പുറത്ത് സപ്പോർട്ടിങ് ബഹളമായിട്ട് യുവമോർച്ച ഓർഗനൈസ് ചെയ്തിട്ട് വേണ്ടാത്ത ബഹളം വെച്ചു, അലമ്പാക്കി. അല്ലെങ്കിൽ അന്ന് തന്നെ ഈ കാര്യം മാണി സാർ വഴി സാധിച്ചെടുക്കാമായിരുന്നു. KM മാണി, PJ ജോസഫ്, PC ജോർജ് പിന്നെ പറയാനുമില്ല, ഇപ്പോൾ പാർട്ടിക്കകത്തു നിന്ന് ഇവരാരും തന്നെ മോദിയെ വെറുക്കുന്നവരോ മോദിയെ ഫാസിസ്റ്റ് എന്നോ RSS തല്ലിപ്പൊളി സംഘടനയാണെന്നോ സാവർക്കർ ഷൂ നക്കിയെന്നോ KM മാണി പ്രസംഗിക്കുന്നു കേട്ടിട്ടുണ്ടോ? ഇല്ല. നോ. അപ്പോൾ പിന്നെ വാട്ട് ഈസ് യുവർ പ്രോബ്ലം വിത്ത് കേരള കോൺഗ്രസ്? ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഇത് പറയാതെ തന്നെ ഏകദേശം ഏറ്റുമാനൂർ മുതൽ അപ്പുറത്തേക്ക് CPM അല്ല BJP-യും KCM-ഉം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും പല സ്ഥലത്തും കൂട്ടുകൂടി മത്സരിക്കാറുണ്ട്. പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തിരഞ്ഞെടുപ്പിലൊക്കെ പറയാതെയുള്ള ധാരണകൾ ഉണ്ടാവാറുണ്ട്. മേക്ക് ഇറ്റ് ഫോർമൽ. കഴിഞ്ഞു. ദീസ് ആർ ഓൾ ചാൻസസ്. ഞാൻ പറയുന്നത് സുരേഷ് ഗോപി ജയിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ക്രിസ്ത്യൻ വോട്ടിന് നല്ലൊരു ഭാഗം അവരുടെ വോട്ടായിരിക്കും. അതിൻ്റെ സ്മരണ
ഗോപി പറഞ്ഞ പോലെ സ്മരണ വേണം, സ്മരണ. അത് തന്നെ തിരുവനന്തപുരത്തിനും ആപ്ലിക്കബിളാണ്. അപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ ഫുൾ റിസൾട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും എങ്ങനെയാണ്. അടൂർ പ്രകാശ് ഇപ്പോൾ മുന്നിലാണ്, 253 വോട്ടിനാണ്. ഒരുപക്ഷെ TJ പറഞ്ഞ പോലെ ആറ്റിങ്കലും ഒരു താമര വിരിയാം ലാസ്റ്റ് മിനിറ്റിൽ ആറ്റിങ്കിലും വിരിഞ്ഞു എന്ന് വരാം. ഞാനത് ഇപ്പോഴും പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. കാരണം ഞാനിതൊരു ലാർജർ ഡിസൈനായിട്ടാണ് കാണുന്നത്. ഈ വ്യക്തികൾ ഇന്നയാൾ ജയിച്ചു, ഞാൻ പറഞ്ഞില്ലേ മുരളീധരനെ പറ്റിയുള്ള എൻ്റെ അഭിപ്രായം, ഇതൊക്കെ ആൾക്കാർ പൊളിറ്റിക്സ്, ഇന്നർ പൊളിറ്റിക്സ് കളിക്കും. അത് കളിക്കരുതെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെയാണ് പാർട്ടികൾ പ്രവർത്തിക്കുന്നത്, കുറഞ്ഞ പക്ഷം ഇന്ത്യയിലെങ്കിൽ. നരേന്ദ്രമോദി ഇത് ചെയ്താണ്, ഇന്നർ പാർട്ടി പൊളിറ്റിക്സ് കളിച്ചാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് മാറുന്നത് 2013 ഗോവ എക്സിക്യൂട്ടീവ്. നത്തിങ് റോങ് ഇൻ ദാറ്റ് ഈസ് ഹൗ എ പൊളിറ്റിക്കൽ പാർട്ടി ഷുഡ് വർക്ക്. ഇപ്പോൾ അമേരിക്കയിൽ സംഭവിക്കുന്നത് എങ്ങനെയാണ്, ഒരാൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നത് എങ്ങനെയാണ്, അവരുടെ പ്രിലിമിനറീസ് എന്നൊക്കെ പറഞ്ഞ് മത്സരമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. ഒരേ പാർട്ടിയിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഞാനും മത്സരിക്കും, സുനിലും മത്സരിക്കും. നമ്മൾ തമ്മിൽ അതിശക്തമായ കുറ്റം പറച്ചിലും സംഗതിയും ഉണ്ടാകും. ഒടുവിൽ സുനിൽ ജയിക്കും. ജയിച്ചു കഴിയുമ്പോൾ ഞാൻ സുനിലിനെ പിന്തുണയ്ക്കും, കാരണം എൻ്റെ പാർട്ടിയാണ് ജയിക്കുന്നത് അവിടെ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് കണക്കിലെടുക്കില്ല. അങ്ങനെയാണ് സംസ്കാര സമ്പന്നന്മാർ പെരുമാറുന്നത്. അപ്പോൾ അത് ജനാധിപത്യത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് തെറ്റാണ് എന്ന് വിചാരിച്ചിട്ടാണ് പലരും തെറ്റിദ്ധരിച്ച് എന്നെ വഴക്ക് പറയുന്നവരൊക്കെ ഉണ്ട്. ഇയാൾ ഇതൊക്കെ വിളിച്ചു പറയുന്നു എന്നൊക്കെ പറഞ്ഞ്. അതെല്ലാം ഈ CPM മനോഭാവം കൊണ്ടാണ്. ഇത് പറയാൻ പാടില്ല, അത് പറയാൻ പാടില്ല, അവിടെ മിണ്ടരുത്, ഇവിടെ മിണ്ടരുത്. ഇത് ചെയ്തിട്ട് CPMന് സംഭവിച്ചത് എന്താ? അവർ തെക്കേ അറ്റത്ത് ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭയായിട്ട് കഴിയുകയാണ്. നിങ്ങൾ ഈ മസിൽ പിടിക്കുന്ന സ്വഭാവം കാണിച്ചിട്ട് ഈ എയർന്ന് വിട്ട് എന്നിട്ട് സ്വതന്ത്രമായിട്ട് കുറച്ചുകൂടെ നിങ്ങളുടെ ചിന്താമണ്ഡലം ഒന്ന് വ്യാപിപ്പിച്ച് എല്ലാവരെയും ഉൾക്കൊള്ളാനായിട്ട് യു ക്യാൻ ബിക്കം ഗ്രേറ്റ്. അങ്ങനെയല്ലേ പാർട്ടി വളരുന്നത്. ഏതായാലും BJPക്ക് ഒരു വളർച്ച തന്നെയാണ് 2 സീറ്റുകളിൽ ജയിക്കാൻ കഴിയുക എന്നുള്ളത്. തീർച്ചയായും അഭിമാനകരമാണ്. കൂടുതൽ ഉത്തരവാദിത്വം പാർട്ടിക്ക് നേതൃത്വത്തിന് കിട്ടുകയാണ്. അതനുസരിച്ച് അവർ പുതിയ കേരളത്തിന് വേണ്ടി ശ്രമിക്കും. പുതിയ ആൾക്കാരെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാൻ അവർ തയ്യാറാകുന്നു. അത് ക്രെഡിബിലിറ്റിയുള്ള, അതുപോലെ ഈ പ്രായവും നോക്കണം. ഇപ്പോൾ 76 വയസ്സുള്ള ഒരു അപ്പൂപ്പനെ വലിച്ചുകൊണ്ട് വന്നിട്ട് കാര്യമൊന്നുമില്ല. മനസ്സിലായി, കുറച്ചുകൂടെ ചെറുപ്പവും ഊർജ്ജവും. ഇതിന് പഴയ പോലെ അല്ല സുനിൽ, ഇപ്പോൾ ഒരുപാട് യാത്ര ചെയ്യണം, പണിയെടുക്കണം. യാത്ര ചെയ്യാൻ നിങ്ങൾക്ക് വിമാനമൊക്കെ ഉണ്ടാകും, പക്ഷേ വിമാനത്തിലെ യാത്രയാണ്. കുറച്ച് ദിവസം കഴിയുമ്പോൾ ബുദ്ധിമുട്ട്, ജനങ്ങളുടെ ഇടയ്ക്ക് പെരുമാറണം, അതിന് വല്ലാത്ത പ്രയാസമാണ്. പിന്നെ ഞാൻ പറയാറുള്ള ബേസിക് ഡിഫക്റ്റ്, ഫോൺ എടുക്കുക. അതൊരു വലിയ കാര്യമാണ്. എന്നെയും സുനിലിനെയൊക്കെ എത്ര പേര് വിളിക്കുന്നു ഈ ചെറിയ പ്രോഗ്രാം നടത്തുന്നതിൻ്റെ പേര്. നമ്മൾ ആരുടെയെങ്കിലും ഫോൺ എടുക്കാതിരിക്കാറുണ്ട്. ചിലർ നല്ല അഭിപ്രായം പറയും, ചിലർ ചീത്തയും പറയും. നമ്മൾ എടുക്കാത്ത ഈ ഷൂട്ടിൻ്റെ സമയത്ത് മാത്രമേ ഉള്ളൂ. അത് ആ സമയത്ത് സൈലൻ്റ് ആക്കി വയ്ക്കാനല്ലേ പറ്റുള്ളൂ. അത് നിസ്സായ. പക്ഷേ ഇത് കഴിഞ്ഞാൽ ഞാൻ മിസ് കോൾ നോക്കിയിട്ട് ആരാണെങ്കിലും ഞാൻ തിരിച്ചു വിളിക്കും. പലരും മുഷിഞ്ഞ് സംസാരിക്കാറുണ്ട്. ശരി, എന്ത് ചെയ്യും, ഞാനും ചിലപ്പോൾ തിരിച്ച് മുഷിഞ്ഞ് സംസാരിക്കും. എന്ത് വാങ്ങിക്കോട്ടെ, ഫോൺ എടുക്കാതിരിക്കാൻ നമുക്കത് ബാധകമില്ല. ഞാൻ ആരുടെയെങ്കിലും ഫോൺ എടുത്തില്ലെങ്കിൽ എനിക്ക് ചുക്കുമില്ല. ഞാൻ വോട്ടിനോ മത്സരത്തിനോ ഒന്നും പോകുന്ന ആളല്ല, സുനിലോ അതിനും പോകാറില്ല. പക്ഷെ പൊതുപ്രവർത്തകർ ഫോൺ എടുക്കണം, ആരുടെയാണെങ്കിലും. അങ്ങനെ പൊതുപ്രവർത്തനവും കുറേ വർദ്ധിപ്പിക്കാനുണ്ട്. കൂടെയുള്ളവരെ തുല്യരായിട്ട് പരിഗണിച്ചുകൊണ്ട് കൂടുതൽ പേരെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യവും BJPക്ക്. ഏതായാലും ജനങ്ങൾ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഏറ്റെടുത്ത് എല്ലാ പാർട്ടികളും കൂടുതൽ ജനങ്ങൾക്കൊപ്പം നിൽക്കാൻ തയ്യാറാവട്ടെ. മാത്രമല്ല, തൃശ്ശൂരുകാരെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്തുകാരും ഇപ്പോൾ ഈ 2 MP ജയിച്ചാൽ ചിലപ്പോൾ 2 മന്ത്രിമാർ കിട്ടിയെന്നും വരും. മുരളീധരന് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ 2ാം വട്ടം ഒരു മന്ത്രിയാവാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരനും ആ പ്രശ്നം വരും, 2ാം വട്ടം മന്ത്രിയാവാനുള്ള. ബട്ട് രാജീവ് ചന്ദ്രശേഖർ ഈ ഇന്നർ പാർട്ടി പൊളിറ്റിക്സിൽ സംഭവം മുരളീധരനെ ഒന്ന് കവച്ചു വയ്ക്കുന്ന സാമർഥ്യം രാജീവ് ചന്ദ്രശേഖരനുണ്ട്. മുരളീധരൻ ആ ട്രഡീഷണൽ വേയിലുള്ള പൊളിറ്റിക്സാണ്, മറ്റേ ആൾ കുറച്ചുകൂടെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് കളിക്കുന്ന ആളാണ്. അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ ചിലപ്പോൾ 2ാമത്തെ തവണയാണെങ്കിലും മന്ത്രിയായി പോയെന്ന് വരും. സുരേഷ് ഗോപി തീർച്ചയായിട്ടും അത് കൊടുത്തില്ലെങ്കിൽ അത് വലിയൊരു തോന്നും, മഹാഭാവമാണ്. അത് ചെയ്യാൻ പാടില്ല, കൊടുക്കേണ്ടതാണ്. കൊടുത്താൽ ഈ സുരേഷ് ഗോപിയെ പോലെ അധ്വാനിക്കുന്ന ഒരു മനുഷ്യനെ പറ്റില്ല. അദ്ദേഹത്തിന്റെ അധ്വാനത്തിന്റെ ഫലം കൂടിയാണ്. 2ാം സ്ഥാനത്താണ്. നിതാന്തമായ ഊർജത്തിന്റെ ഉറവിടമാണ് ആ മനുഷ്യൻ.
നിങ്ങൾക്ക് കളിയാക്കാം അങ്ങനെ കമ്മീഷണറായിട്ട് പെരുമാറുന്നു അങ്ങനെ കമ്മീഷണറായിട്ട് ഒരു അരമണിക്കൂർ സുനിലൊന്ന് പെരുമാറുന്നു അതെ അതെ ആകപാട് വെട്ടിപ്പോകും, തളർന്നു പോകും. ഊർജം വേണ്ടേ ഇതിന്, വാക്കിലും നോക്കിലും നടപ്പിലും ഒക്കെ. അതാണ് സുരേഷ് ഗോപിയുടെ പ്രത്യേകത. എല്ലാവരും ജയിച്ച എല്ലാ സ്ഥാനാർത്ഥികൾക്കും നമുക്ക് ആശംസകൾ തരാം. യെസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.